ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് ഇത്തവണ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 75,000-ലധികമാണ്. അപ്പോൾ നമ്മൾ പി എസ് സിക്ക് ഒഫീഷ്യലായിട്ടൊരു RTA സമർപ്പിച്ച സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള മറുപടിയാണ് 75,000-ലധികം ഉദ്യോഗാർത്ഥികൾ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും 75,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതൊരു ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലാതെ ഇൻസ്പെക്ടർ ആവാൻ കഴിയുന്ന ഏക പോസ്റ്റാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ഫോഴ്സസുകൾ, അത് ഫയർഫോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ചസ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ. അതായത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിലവിലുള്ളത്. എന്നാൽ ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്പെക്ടർ പോസ്റ്റ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ വലിയ തോതിൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 75,093 പേരാണ് ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 74,000 ആ ഒരു നമ്പറിന് അടുത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ഈ അപ്ലൈ ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ കണ്ട സമയത്ത്, ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പ്രൊഫൈൽ കണ്ടപ്പോൾ കയറി അപ്ലൈ ചെയ്ത ആളുകളായിരിക്കും. പക്ഷേ അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി, അതായത് മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോടെ മുന്നോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം ആ ഒരു പോസ്റ്റ് പലപ്പോഴും നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതായത് ഇത്തവണ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അത്യാവശ്യം നല്ല പേ സ്കെയിൽ കാണും. അതേപോലെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കാണുമ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികളും ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. അതായത് ഞാൻ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ഇത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടും എന്നാൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്ന ഒരു കാര്യം കണ്ട ഉദ്യോഗാർത്ഥികൾ അവർ തന്നെ ചിന്തിക്കുകയാണ്, ഈ പോസ്റ്റിലേക്ക് കാര്യമായിട്ടുള്ള വേക്കൻസീസ് ഒന്നും വരാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു പ്രീ ഡിറ്റർമിനേഷൻ്റെ പുറത്താണ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള PSCയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനർത്ഥം ഒരിക്കലും വേക്കൻസി കുറവാണ് എന്നുള്ള ഒരു മീനിങ് ഇതിൽ വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 16 അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോസ്റ്റിൽ പോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും ഇതേപോലൊരു നമ്പറിലേക്ക്, ഇതിനേക്കാൾ കൂടുതൽ നമ്പറിലേക്ക്, അതായത് 20 എന്ന് പറയുന്ന അല്ലെങ്കിൽ 20+ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം 75,000-ൻ്റെ ഒരു 10% നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 7,500 പേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടാവും. പക്ഷേ ആ പ്രിപ്പറേഷൻ തുടങ്ങിയാലും പല ആളുകളും പ്രിപ്പറേഷൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ട്രെൻഡാണുള്ളത്. എന്നാൽ അത് ഉപേക്ഷിക്കാതെ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും മികച്ച ക്ലാസ് ആണ് നമ്മൾ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. സോ എൻട്രിയുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് എത്തുകയല്ലേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.